ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കടലക്കറിയും നൂൽപുട്ടുമാണ്. എനിക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇന്ന് ഉച്ചത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതെനിക്ക് കഴിക്കാൻ പറഞ്ഞു. മോന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു, നൂൽപുട്ടും കടലക്കറിയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ മോഹനേട്ടൻ പറഞ്ഞു എനിക്കായിട്ട് ഇപ്പോൾ വെക്കണ്ട, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം പറഞ്ഞു. അതുകൊണ്ട് ഉച്ചത്തെ ചോറിൻ്റെ ഊണിൻ്റെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അവർക്ക് നൂൽപുട്ടും കൊടുത്തു. അങ്ങനെ മോൻ എന്ത് ചെയ്യണം, അപ്പോൾ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ നേരെ അലക്കാൻ പോയിട്ടോ. അപ്പം ഒക്കെ അലക്കി ഒക്കെ ഇട്ട് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഭക്ഷണം കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അടുക്കളയൊക്കെ ക്ലീനാക്കി അകങ്കലയൊക്കെ അടിച്ചു വാരി അങ്ങനെയൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം മോന് സ്കൂളിൽ പോകാനുള്ള തിരക്കിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കട്ടോ. ആ സമയത്തും അങ്ങനെ ടെൻഷനാണ്, പരീക്ഷയാണ് കേട്ടോ. പരീക്ഷേൻ്റെ ആ ഒരു തിരക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനും മോഹനേട്ടനും കൂടെ ഇറങ്ങിയിട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ പോവുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫോണും ഒന്ന് കാണിക്കണം, പിന്നെ തയ്ക്കാൻ കൊടുത്തത് തയ്ച്ച് കഴിഞ്ഞോ നോക്കണം, പിന്നെ 2 ചുരിദാർ ഷേപ്പാക്കണം. ഇങ്ങനെ പല കാര്യങ്ങളും കുറച്ച് നേരം അവിടെ ഒന്ന് കറങ്ങിയിട്ട് വരാച്ചിട്ടാണ് പോയത്. അങ്ങനെ മൊബൈൽ ഷോപ്പിലെത്തി പിന്നെ ആ ഫോണൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിച്ചൂസിലാട്ടോ ഞാൻ സ്ഥിരം പോണതാട്ടോ, അവിടെയാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു, അത് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു തയ്ച്ച് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് അവിടെ കൊടുത്ത് തിരിച്ചു വന്നു കേട്ടോ. കുറച്ച് നേരം കറങ്ങണം എന്ന് വെച്ച് പോയ ഞാൻ വേഗം വന്നു. കാരണം എന്താ പറയുക, ഗ്യാസുകാരൻ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ ഗ്യാസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ കറങ്ങി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം തിരിച്ചിട്ട് ബസ്സിലാണ് കേട്ടോ തിരിച്ചു വന്ന്. അങ്ങനെ ഞാൻ ബസ് ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹരിതകർമ്മ ചേച്ചിമാരും വന്നിട്ട് അവർക്ക് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊടുക്കണം. അപ്പോൾ ഒക്കെ കൂടെ ഒരു തിരക്കായി. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ ഞാൻ ഗേറ്റൊക്കെ തുറന്ന് ഹരിതകർമ്മ ചേച്ചിമാർക്ക് എന്തെടുത്തു, പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് കൊടുത്തു. ഗ്യാസിൻ്റെ നമ്മുടെ സിലിണ്ടറൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. കാരണം അവർ വരുമ്പോഴേക്കും അതൊക്കെ ഇതാണല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പോയാൽ മിനിക്കൂട്ടൻ എന്തെങ്കിലും വേണം. അച്ഛൻ പോയി വരുമ്പോൾ അത്ര പ്രശ്നമല്ല. പക്ഷെ ഞാൻ എവിടെയും പോയി അമ്മ എനിക്കൊന്നും വാങ്ങിയില്ലേ, അമ്മയൊന്നും വാങ്ങിയില്ലേ പറയും. അപ്പം ഞാൻ കുറച്ച് ബെന്ന് വാങ്ങിയിട്ടോ. ഒരു ബെന്നും വാങ്ങി. പിന്നെ 2 നമ്മുടെ കോലുമുട്ടായി എന്ന് പറയും, ലോലിപോപ്പ്, ഞങ്ങൾ കോലുമുട്ടായി എന്ന് പറയും കേട്ടോ. അതും വാങ്ങിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഇങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കടലക്കറിയും നൂൽപുട്ടുമാണ്. എനിക്ക് ഗോതമ്പ് ദോശയാണ് കേട്ടോ. ഇന്ന് ഉച്ചത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്നത്തെ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതെനിക്ക് കഴിക്കാൻ പറഞ്ഞു. മോന് ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവൻ